ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ക്ലാസ് 8-ത്തെ ഹാച്ചി കി കഹാനിയാണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ എക്സ്പ്ലനേഷനും ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് എക്സസൈസും ഉണ്ട്, എല്ലാം ഉണ്ട്. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ വീഡിയോ, ഇഫ് യു വോണ്ട് മോർ വീഡിയോസ് പ്ലീസ് റൈറ്റ് വിച്ച് ക്ലാസ്, ചാപ്റ്റർ നെയിം ആൻഡ് ചാപ്റ്റർ നമ്പർ ഇൻ കമൻറ്റ് ബോക്സ്. പിന്നെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ക്ലാസ് തുടങ്ങാം. ഇത് ഹാച്ചി കി കഹാനിയാണ്. ഹാച്ചി പറഞ്ഞ ഈ നായ്ക്കുട്ടിയുടെ കഥയാണ്. ഹാച്ചി കി കഹാനി ഇത് എഴുതിയിരിക്കുന്നത് ഗീത് ചതുർവേദി. ഓക്കെ. 1923 का समय 1923 टाइम आയിരുന്നു. जापान की राजधानी टोक्यो में सड़क पर टहलते प्रोफेसर यूएनो को कुत्ते का एक पिल्ला मिलता है. ജപ്പാനിലെ രാജധാനിയായ ക്യാപിറ്റലായ ടോക്കിയോയിൽ സഡക് പർ ടെഹൽത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമ്പോൾ, റോഡിൽ കൂടെ നടക്കുമ്പോൾ പ്രൊഫസർ യുഎൻഒ को कुत्ते का पिल्ला നായ്ക്കുട്ടിയെ കിട്ടി. अकीता नस्ल का एक शानदार पिल्ला जिसके गले पर पट्टा बांधा है. അക്കീത്ത നസ്ല് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോഗിൻ്റെ ബ്രീഡാണ് അക്കീത്ത നസ്ല് പറഞ്ഞാൽ ബ്രീഡ്. അതിൻ്റെ ഷാന്താർ പില്ലർ നല്ലൊരു നായ്ക്കുട്ടിയാണ്. ജിസ്കെ ഗലേ പർ പട്ടാ ബാന്ധാ ഥാ. പട്ടാ ബാന്ധന പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറുത്ത ബെൽറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് പട്ടാ ബാന്ധന പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടായിരുന്നു എന്നാണ് പറയണത്. उस पर लिखा है हाची. അതിൻ്റെ നായ്ക്കുട്ടിയുടെ പേരായിരുന്നു ഹാച്ചി. ജപ്പാനി ഭാഷാമേ ഹാച്ചി का अर्थ होता है 8. എന്താ ഹാച്ചിയുടെ ശരി മീനിങ് എന്താണ്? 8. ജപ്പാനിൽ ഹാച്ചിയുടെ മീനിങ് ആണ് 8. വह अंक है जिसे पूरा जापान बहुत സൗഭാഗ്യശാലി മാനता है. അതൊരു നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ ജപ്പാനിൽ അത് ഭാഗ്യമുള്ള ഒരു നമ്പറായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ലേക്കിൻ പില്ല ऐसी मजबूर हालत में था कि लगे भाग्य का मारा है. പക്ഷേ നായ്ക്കുട്ടി മജ്ബൂർ ഹാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്ലെസ്നെസ് അല്ലെങ്കിൽ ദയനീയമായൊരവസ്ഥയിലായിരുന്നു ആ നായ്ക്കുട്ടി. അത് ഭാഗ്യക മാരാ പറഞ്ഞ അതിനെ കണ്ട ഒരു നിർഭാഗ്യമുള്ള ഒരു നായ്ക്കുട്ടിയെ പോലെയായിരുന്നു തോന്നിയിരുന്നത്. प्रोफेसर ने तय किया कि मुझे इस कुत्ते के मालिक को खोजूं. मैं इस कुत्ते के मालिक को खोजूंगा. പ്രൊഫസർ എന്താ ഡിസൈഡ് ചെയ്തേ? ഈ നായ്ക്കുട്ടിയുടെ ഒറിജിനൽ ഓണറിനെ ഞാൻ തെരഞ്ഞ് കണ്ടുപിടിക്കും. ജബ് തക് വह नहीं मिलेगा ये मेरे साथ ही रहेगा. അവരെ കിട്ടാത്ത സമയം വരെ ഇത് എൻ്റെ കൂടെ തന്നെ നിൽക്കും. उसे साथ लेकर वह रोज़ उसके मालिक को खोजने निकलते, लेकिन वह कहीं नहीं मिला. അതിനെയും കൊണ്ട് അവരെന്നും അതിൻ്റെ ഒറിജിനൽ ഓണറിനെ കാണാൻ തിരയാൻ പോവും, പക്ഷെ എവിടെയും കണ്ടില്ല. रोज़ के इस संग साथ के कारण दोनों में ऐसा लगाव बन गया कि हाची अब उन्हीं को अपना मालिक मानने लगा. എന്നും ഒപ്പം കൊണ്ടുപോയിട്ട് ഹാച്ചിക്ക് തോന്നാൻ തുടങ്ങി ഇതന്നെയാണ് എൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ. प्रोफेसर की पत्नी को शुरू में ഹാച്ചി പസന്ദ് नहीं थी. പ്രൊഫസറിൻ്റെ ഭാര്യയ്ക്ക് ആദ്യം ഈ ഹാച്ചിയെ ഇഷ്ടമുണ്ടായിരുന്നില്ല. लेकिन उसकी सुंदरता और प्रोफेसर के प्रति उसके स्नेह ने उनका दिल पिघला दिया. പക്ഷേ ആ ഹാച്ചിയുടെ ഭംഗിയും പ്രൊഫസറിൻ്റെ പ്രതിയുള്ള ആ ഒരു ഇഷ്ടവും കാരണം പ്രൊഫസറിൻ്റെ ഭാര്യയുടെയും ഹൃദയം മെൽട്ടായി. അതായത് ഹൃദയം പിഘൽകിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാവാൻ തുടങ്ങി. समय बीतता गया, ഉൻ ദോനോ കി ദോസ്തി ഗഹരി ഹോത്തി ഗയി. ടൈം പോയിക്കൊണ്ടിരുന്നു, അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും കൂടുതലാവാൻ തുടങ്ങി. प्रोफेसर सुबह ट्रेन पकड़कर दफ्तर जाते और शाम को लौटकर ഹാച്ചി के साथ खेलते. പ്രൊഫസർ രാവിലെ ട്രെയിൻ പിടിച്ചിട്ടാണ് ഓഫീസിൽ പോവുക, എന്നിട്ട് വൈകുന്നേരം വീട്ടിൽ ഹാച്ചിയുടെ കൂടെ വന്ന് കളിക്കും. एक सुबह ഹാച്ചി भी प्रोफेसर के पीछे पीछे चलता हुआ स्टेशन पहुंच गया. ഒരു ദിവസം ഹാച്ചിയും പ്രൊഫസറിൻ്റെ കൂടെ പിന്നാലെ നടന്ന് സ്റ്റേഷനിലെത്തി. उनको बहुत अजीब लगा, അവർക്ക് ഭയങ്കര സ്ട്രേഞ്ച് തോന്നി. എന്തായത് ഇങ്ങനെ? उन्होंने समझाना चाहा लेकिन ഹാച്ചി घर लौटने को राजी नहीं था. ഹാച്ചിയെ കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, പക്ഷെ അവൻ എന്താ പറയുക സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. ആഖിർ പ്രൊഫസർ खुद उसे घर तक छोड़कर आए और दफ्तर देर से गए. എന്നിട്ട് ഫൈനലി പ്രൊഫസർ ലാസ്റ്റ് സ്വന്തം തന്നെ പോയിട്ട് വീട് വരെ വിട്ടിട്ട് എന്നിട്ടാണ് ഓഫീസിൽ പോയത്. शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले तो उसे देखा बाहर सड़क पर हाची इनका इंतज़ार कर रहा था.
ഷാം കോ വൈകുന്നേരം വർക്ക് കഴിഞ്ഞിട്ട് ഹാച്ചി മറ്റേ പ്രൊഫസർ തിരിച്ചു വന്നപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അപ്നെ സ്റ്റേഷൻ്റെ ഫാട്ടക് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ എൻട്രൻസിൽ നിന്ന് വന്നപ്പോൾ അവരെന്താ കണ്ടത്, വെളിയിൽ അവിടെ തന്നെ വഴിയിൽ ഹാച്ചി അവരുടെ ഇന്തസാർ അതായത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വേ ഉൻകെ സാത്ത് പേദൽ ഘർ ലോട്ട. ഹാച്ചി പ്രൊഫസറിൻ്റെ കൂടെ ഒപ്പം തന്നെ നടന്ന് തിരിച്ചു വീടെത്തി. ഫിർ തോ യഹ് റോസ് കാ സിൽസില ബൻ ഗയ. അത് പിന്നെ എന്നും ഒരു കണ്ടിന്യൂറ്റി ആയി. हर सुबह हाची प्रोफेसर को छोड़ने स्टेशन तक जाता और शाम को उनके आने से पहले ही स्टेशन के बाहर उठकर उनका इंतज़ार करने लगता. എല്ലാ ദിവസവും ഹാച്ചി പ്രൊഫസറിനെ വിടാൻ സ്റ്റേഷനിലേക്ക് പോകും. എന്നിട്ട് വൈകുന്നേരം അവർ വരണ മുമ്പേ സ്റ്റേഷൻ്റെ വെളിയിൽ ഇരുന്നിട്ട് അവരെ വെയിറ്റ് ചെയ്യും. फिर साथ घर आता ഉച്ചലത്തെ പുലക്തെ പറഞ്ഞു കഴിഞ്ഞാൽ ചാടി കളിച്ചിട്ട് ഒരുമിച്ചാണ് എന്നിട്ട് പ്രൊഫസറും ഹാച്ചിയും കൂടി വരിക തിരിച്ച്. एक शाम हाची स्टेशन के बाहर बैठकर इंतज़ार कर रहा था. बहुत देर हो गई लेकिन प्रोफेसर लौट कर नहीं आए. ഒരു ദിവസം ഒരു വൈകുന്നേരം ഹാച്ചി സ്റ്റേഷൻ്റെ വെളിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ കുറേ നേരം കഴിഞ്ഞിട്ടും പ്രൊഫസർ തിരിച്ചു വന്നില്ല. रात हो गई, बर्फ़ गिरने लगी, पर ना तो प्रोफेसर आए और ना ही हाची उस जगह से हिला. വൈകുന്നേരം ഇരുട്ടായി, അതായത് രാത്രിയായി. ബറഫ് ഗിർനെ ലഗി പറഞ്ഞു കഴിഞ്ഞാൽ സ്നോ ടൈം ഒക്കെ ആയിരുന്നു. പക്ഷേ പ്രൊഫസറും വന്നില്ല, ഹാച്ചിയും ആ സ്ഥലത്തുനിന്ന് എണീച്ചില്ല. दरअसल उस दोपहर को दफ्तर में प्रोफेसर का निधन हो गया था. दरअसल പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അല്ലെങ്കിൽ ആക്ച്വലി ആ ഒരു ഉച്ച നേരത്ത് ഓഫീസിൽ തന്നെ ആ പ്രൊഫസർ മരിച്ചു എന്നാണ് പറഞ്ഞത്. अब उन्हें कभी नहीं लौटना था. ഇനിയിപ്പോൾ തിരിച്ചു വരില്ലല്ലോ. लेकिन हाची को ये बात कैसे पता चल सकती थी. പക്ഷെ ഹാച്ചിക്ക് ഇതൊന്നും അറിയില്ലല്ലോ. उसे तो बस इतना समझ आया कि उसका दोस्त इस जगह ट्रेन से उतरकर हर रोज़ उसके पास लौट आता था, आज नहीं लौटा है. അതിനെന്താ മനസ്സിലായതെന്ന് വെച്ചാൽ ഹാച്ചിയുടെ ഫ്രണ്ടായ പ്രൊഫസർ ട്രെയിനിൽ നിന്ന് ഇറങ്ങും, എന്നും വീട്ടിലേക്ക് തിരിച്ചു വരും, പക്ഷേ ഇന്ന് വന്നില്ല. ഹോ സക്താ ഹെ തോടി ദേർ ബാദ് ആ ജായേ. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരികയായിരിക്കും. देर रात प्रोफेसर के परिजन उसे जबरन घर ले गए, लेकिन अगली सुबह हाची फिर उसी जगह आकर बैठ गया. देर रात നല്ലോണം ഇരുട്ടായപ്പോൾ പ്രൊഫസർക്ക് പരിജൻ പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്സ് ഉസെ ജബറൻ പറഞ്ഞാൽ ജബർദസ്തി വേണം വെച്ച് കൊണ്ടുവരില്ലോ, അതായത് നിർബന്ധിച്ച് തിരിച്ചു കൊണ്ടുവന്നു വീട്ടിലേക്ക്. പക്ഷേ അടുത്ത ദിവസം ഹാച്ചി പിന്നെയും അവിടെ പോയിട്ട് തന്നെ ഇരുന്നു. ഉസേ വിശ്വാസ് था कि प्रोफेसर रोज की तरह स्टेशन के उस दरवाजे से निकल कर आएंगे. അവന് വിശ്വാസമായിരുന്നു ഹാച്ചിയുടെ പ്രൊഫസർ എന്നും വരണ പോലെ സ്റ്റേഷൻ്റെ ആ വാതിൽ നിന്ന് എന്തായാലും വരും. उससे प्यार करेंगे और फिर वे दोनों खेलते टहलते घर लौटेंगे. അവനെ സ്നേഹിക്കും, എന്നിട്ട് രണ്ടാളും കൂടി കളിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരും. वह रोज सुबह स्टेशन के बाहर उसी जगह बैठ जाता और देर रात घर लौटता. അവൻ എന്നും രാവിലെ സ്റ്റേഷൻ്റെ വെളിയിൽ ആ സ്ഥലത്ത് തന്നെ പോയിട്ടിരിക്കും. और देर रात तक घर लौटता था പറഞ്ഞാൽ ഈ രാത്രി ആവുമ്പോൾ അവൻ തിരിച്ചു വരും. कुछ समय बाद प्रोफेसर की पत्नी ने मकान बेच दिया और दूसरे शहर चली गई. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പ്രൊഫസറിൻ്റെ ഭാര്യ ആ ഫ്ലാറ്റ് വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറി. वे अपने साथ हाची को भी लेती गई थी, लेकिन हाची वहाँ से भाग आया और स्टेशन के बाहर ठीक उसी जगह पर बैठकर फिर से इंतज़ार करने लगा. പ്രൊഫസറുടെ ഭാര്യ ഹാച്ചിയെ കൊണ്ടുപോയിരുന്നു, പക്ഷേ ഹാച്ചി അവിടുന്ന് ഓടിയിട്ട് സ്റ്റേഷൻ്റെ വെളിയിൽ അതേ സ്ഥലത്ത് വന്ന് ഇരുന്ന് പ്രൊഫസറിനെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. സ്റ്റേഷൻ കെ ആസ്പാസ് ലോഗ് ഉസെ പെഹചാൻതേ തേ. സ്റ്റേഷൻ്റെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഹാച്ചിയെ മനസ്സിലാവാൻ തുടങ്ങി. വേ ലോഗ് ഹാച്ചിക്കോ ഖാന ഖിലാതേ തേ. അവരൊക്കെ ഹാച്ചിക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. വേ ദിൻ ഭർ സ്റ്റേഷൻ കോ ദേഖ്താ രഹതാ. അവൻ മുഴുവൻ ദിവസവും ഫുൾ ടൈം സ്റ്റേഷനെ നോക്കിക്കൊണ്ടിരിക്കും. ട്രെയിൻ ആത്തി തോ ഉച്ചക്കർ അപ്നെ പ്രൊഫസർ കോ ഖോജ് കർത്ത. ട്രെയിൻ വരുമ്പോൾ അവൻ ഉച്ചക്കർ പറഞ്ഞു കഴിഞ്ഞാൽ ചാടി പ്രൊഫസറിനെ നോക്കാൻ തുടങ്ങും.
रात होती सिर झुकाकर वह वार्ड में सोने चले जाता. പക്ഷെ രാത്രിയാവുമ്പോൾ തലയും കൊമ്പിട്ട് അതായത് വന്നില്ലല്ലോ, അപ്പോൾ സങ്കടപ്പെട്ടിട്ട് വാർഡിലേക്ക് തിരിച്ചു പോകും. 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने तक हाची ठीक उसी जगह बैठ अपने प्रोफेसर का इंतज़ार करता रहा. 1 വർഷം 2 വർഷം 3 വർഷം ഫൈനലി 9 വർഷവും 9 മാസവും ഹാച്ചി അതേ സ്ഥലത്തിരുന്നിട്ട് പ്രൊഫസറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. जिसे एक सुबह उसने ट्रेन में बिठाकर विदा किया था. ഏത് സ്ഥലത്ത്? ആ സ്ഥലത്ത് പ്രൊഫസർ അവനെ ഇരുത്തി ട്രെയിനിൽ പോയതല്ലേ. लेकिन जो फिर कभी लौट कर नहीं आए, പക്ഷേ പിന്നീട് തിരിച്ചു വന്നില്ല. सर्दी गर्मी बरसात बर्फ हाची को इन सब से कोई फ़र्क नहीं पड़ा. सर्दी पड़ना विंटर, गर्मी पड़ना समर, बरसात पड़ना रेनी एंड बर्फ पड़ना स्नोई. എന്ത് ക്ലൈമറ്റ് ആണെങ്കിലും ഹാച്ചിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. बीच में किसी बरस प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती. तब वह हाची के साथ सड़क पर बैठकर रोती रहती. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴും പ്രൊഫസറിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഖബറിൽ പൂ വയ്ക്കാൻ വരുമ്പോൾ ഹാച്ചിയെയും കെട്ടിപ്പിടിച്ച് അവർ റോഡിൽ തന്നെ കരയാൻ തുടങ്ങും. और शायद उस मूक जानवर के प्रेम समर्पण व प्रतीक्षा पर अचरज करती. പിന്നെ ആ മൂക്ക് ജാൻവർ പറഞ്ഞാൽ ആ മിണ്ടാപ്രാണിയുടെ പ്രേമവും സമർപ്പണവും സ്നേഹം പിന്നെ വെയിറ്റ് ചെയ്യണ ആ ഒരു രീതിയൊക്കെ കണ്ടിട്ട് അച്ചരജ് ആശ്ചര്യപ്പെട്ടു. समय के साथ हाची बूढ़ा हो गया. സമയം പോകുന്തോറും ഹാച്ചിക്കും വയസ്സാവാൻ തുടങ്ങി. ലേക്കിൻ ഉസ്നെ ഇന്തസാർ കർണ നഹി ചോടാ. പക്ഷെ വെയിറ്റ് ചെയ്യണ ആ ഒരു അതുണ്ടല്ലോ അത് നിർത്തിയില്ല. 1935 में उसी जगह बैठे बैठे उसने दम तोड़ दिया. 1935 ഹാച്ചി അവിടെ തന്നെ ഇരുന്നിരുന്ന് മരിച്ചു. ഉസി സമയ ബർഫ് ഗിർ രഹി थी. ആ സമയത്ത് തന്നെ സ്നോ അല്ലെങ്കിൽ മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. മരേ ഹുവേ ഹാച്ചി की खुली आंखों को जैसे अब भी इंतज़ार था. മരിച്ചു കിടക്കണ ഹാച്ചിയുടെ കണ്ണ് തുറന്നുള്ള ആ കിടപ്പിലും ഇപ്പോഴും വെയിറ്റ് ചെയ്യണ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രൊഫസറിനെ പ്രതീക്ഷിച്ചിരിക്കണ പോലെ ആയിരുന്നു ഹാച്ചിയുടെ കണ്ണ്. ഇതാണ് നമ്മളുടെ ടെക്സ്റ്റ്. ഇനി നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം. ആദ്യത്തെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയണത് पिल्ला के भाग्य का मारा क्यों कहा गया है. അതിൻ്റെ ആൻസർ വരുന്നത് पिल्ला क्योंकि पिल्ले अपने मालिक को खोकर सड़क पर पड़ा रहा था. उसे देखभाल करने के लिए कोई नहीं था. ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അത് കാരണമാണ് അത് നിർഭാഗ്യനായ ഒരു നായ്ക്കുട്ടിയാണെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വരുന്നത് പ്രൊഫസർ കെ പരിജൻ ഹാച്ചി കോ ജബറൻ ഘർ ലേ ഗയേ ക്യൂ. എന്തിനാണ് പ്രൊഫസറിൻ്റെ റിലേറ്റീവ്സ് അതിനെ നിർബന്ധപൂർവ്വം കൊണ്ടുപോയത്. दफ्तर में प्रोफेसर का निधन हो गया था. अब वे कभी नहीं लौटेंगे इसलिए. ഓഫീസിൽ അത് പ്രൊഫസർ മരിച്ചു, അത് കാരണം ഇനി തിരിച്ചു വരില്ലല്ലോ, അത് കാരണം കേട്ടോ. അതാണ് നമ്മളുടെ ആൻസർ വരിക. തേർഡ് ക്വസ്റ്റ്യൻ सर्दी गर्मी बरसात बर्फ हाची को इन सब से कोई फ़र्क नहीं पड़ा. इससे क्या तात्पर्य है. എന്ത് ക്ലൈമറ്റ് ആണെങ്കിലും ഹാച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതെന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത്. ചാഹെ കോയി ഭി മൗസം ഹോ ഉസ്നെ അപ്നെ മാലിക ഇന്തസാർ കർണ നഹി ചോടാ. എന്ത് ക്ലൈമറ്റ് ആണെങ്കിലും അവർ പ്രൊഫസറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നല്ലോ ഹാച്ചി, അതാണ്. നെക്സ്റ്റ് മരേ ഹുവേ ഹാച്ചി കി ഖുലി ആംഖോ കോ ജैसे अब भी इंतज़ार है विचार करें. അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ പറയാനാണ്, അല്ലെങ്കിൽ അതിൽ എന്താണ് ഉദ്ദേശിക്കണേ. മനുഷ്യ और जानवर के बीच के प्यार के बारे में. രണ്ടാളും തമ്മിലുള്ള സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സിറ്റുവേഷൻ ആണ്. കുറച്ച് സെൻറ്റൻസും തന്നിട്ടുണ്ട്. घटनाओं के क्रमानुसार चित्रों के नंबर दे और പ്രസംഗാനുകൂൽ വാക്യ ചുൻകർ ലിഖിയ. അതായത് സിറ്റുവേഷൻ നമ്മൾക്ക് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഈ സെൻറ്റൻസസ് താഴെ സെൻറ്റൻസ് തന്നിട്ടുണ്ടല്ലോ അതിനനുസരിച്ചാണ് സിറ്റുവേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി പറയാം. ഫസ്റ്റ് വണ്ണ് ഇത് സ്റ്റാച്യൂവിനെ കുറിച്ചിട്ടാണ് പറയണത്. സ്റ്റാച്യൂവിൻ്റെ കുറിച്ച് ഏത് സെൻറ്റൻസാണ് ഇവിടെ ഫസ്റ്റ് സ്റ്റാച്യൂ ആണല്ലോ. അപ്പോൾ സ്റ്റാച്യൂവിനെ കുറിച്ചിട്ട് വരുന്നത് ഹാച്ചി की स्मृति में स्टेशन के बाहर उसकी प्रतिमा स्थापित की गई. അത് മൂന്നാമത്തെ സെൻറ്റൻസ് ആണ്. റൈറ്റ്. അപ്പോൾ നമ്പർ ഇവിടെ നമുക്ക് കൊടുക്കാം 3.
അടുത്തത് ഈ ഒരു താഴെ തന്നെ പോവാം. ഈ ഒരു ഡ്രോയിങ് പരിവാർ കെ ബാരെ में ആണ്. ഇത് ഫാമിലി ആയിട്ട് ഒരു അതായത് परिवार का सदस्य. അപ്പോൾ ഹാച്ചി പ്രൊഫസർ കെ പരിവാർ का एक सदस्य बन जाता है. ഫസ്റ്റ് സെൻറ്റൻസ് ആണത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഫസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഈ ആശ്ചര്യ ആൾക്കാരൊക്കെ വന്നിട്ട്. അപ്പോൾ പ്രൊഫസർ और ഹാച്ചി के बीच का रिश्ता लोग आश्चर्य से देखते रहते. അത് ആറാമത്തെ സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ 6 എന്ന് എഴുതാം. നെക്സ്റ്റ് ഇവിടെയാണ് പ്രൊഫസർ വെയിറ്റ് ചെയ്യണ ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ അതിൻ്റെ അതാണ് ഹാച്ചി कई दिनों में से स्टेशन के बाहर प्रोफेसर के इंतज़ार में लेटा हुआ था. അപ്പോൾ ഇത് 4th സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കും ഇവിടെ 4th എന്ന് എഴുതാം. നെക്സ്റ്റ് ഹാച്ചീനെ എടുത്ത ഒരു സിറ്റുവേഷൻ ആണ് പ്രൊഫസർ. അപ്പോൾ ഇവിടെ എഴുതി ഹാച്ചിക്കോ പ്രൊഫസർ ഉഠാ ലേത്താ ഹെ. അത് രണ്ടാമത്തെ സെൻറ്റൻസ് ആയ കാരണം ഇവിടെ 2 എന്ന് എഴുതാം. ഇത് ബോക്സിലുള്ള ഹാച്ചിയാണ്. അപ്പോൾ ബക്സേമേ ബന്ദ് ചോടാ ഹുവ പില്ല ഹാച്ചി. അപ്പോൾ നമുക്കിവിടെ 5 എന്ന് എഴുതാം. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ഇത് 3, ഇവിടെ 1, ഇത് 6, ഇത് 4, 2 and 5. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയണത് 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने. അതായത് ഒരു പാരഗ്രാഫ് റീഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെയിറ്റിങ്ങും പിന്നെ ബീച്ച് മേ കബി പ്രൊഫസർ കി പത്നി വൈഫ് വന്നതിൻ്റെയും ഒക്കെ പറയണം. അപ്പോൾ ഇവിടെ പറയണത് പടേ ഓർ പ്രശ്ന ബനായി. ഇത് ഈ വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ട്രൈ ചെയ്യാം. 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने. അതിനനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. എങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഐഡിയയിൽ कितने सालों तक हाची ने प्रोफेसर का इंतज़ार किया. ठीक है, प्रोफेसर का इंतज़ार किया. अदोरु फर्स्ट क्वेश्चन. ठीक है, नेक्स्ट क्या पिन्ने लौट कर नहीं आए, फिर जो कभी लौट कर नहीं आए. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുക? क्या प्रोफेसर कभी लौटे. ठीक है, लौटे. ओके, एंड थर्ड क्वेश्चन ഹാച്ചി എപ്പോഴും സർദി कोई फ़र्क नहीं पड़ा എന്ന് പറയില്ലേ? അപ്പോൾ ഹാച്ചിക്ക അല്ലെങ്കിൽ ഹാച്ചി प्रोफेसर कहाँ करता था? रेलवे स्टेशन, ट्रेन में बैठकर प्रोफेसर का इंतज़ार. उसी जगह में बैठकर हाची जहाँ जिसके अदायद हाची ठीक उसी जगह बैठ अपने प्रोफेसर का इंतज़ार करता रहा जिसे एक सुबह ट्रेन में बिठाकर विदा किया. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ഹാച്ചി प्रोफेसर का इंतज़ार कहाँ करने लगा. प्रोफेसर का इंतज़ार कहाँ करता था. ठीक है, ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ അനുസരിച്ച് റൈറ്റ്. ഇനി പ്രൊഫസർ ബീച്ച് മേ. അപ്പോൾ കബായി അല്ലെങ്കിൽ പ്രൊഫസർ കി പത്നി കബായി എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. പ്രൊഫസർ കി പത്നി കബായി. കബായി പറയുമ്പോൾ കബ്ര മേ ഫൂൽ രഖ്നെ കെ ലിയെ ആയി എന്നുള്ള രീതി. ഓക്കെ, ആൻഡ് പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരെണ്ണം കൂടി വേണമെങ്കിൽ ചെയ്യാം. उस मूक जानवर के प्रेम समर्पण व प्रतीक्षा पर अचरज करती. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. हाची के किस गुण को देखकर അല്ലെങ്കിൽ नॉर्मल से प्रोफेसर की पत्नी अचरज हुई. ഓക്കെ, ഇനി ഇതിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെയും ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് ആണ് കേട്ടോ. അടുത്തത് നമൂനയ്ക്ക് അനുസാർ ഖാലി ഗോലെ ഭരെ. നമൂനെ പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് എക്സാമ്പിൾ റൈറ്റ്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞു കഴിഞ്ഞാൽ വെഹയുടെ കൂടെ മേ ചേർക്കുമ്പോൾ ഉസ്മേ ഉസ് എന്ന വേർഡിൽ ചേഞ്ച് ആവും. അപ്പോൾ വെഹ പ്ലസ് കാ ഉസ്കാ, वह प्लस ने उसने, वह प्लस के उसके, वह प्लस पर उस पर, वह प्लस को उसको, वह प्लस से उससे,
വഹ പ്ലസ് കി ഉസ്കി. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് नमूने के अनुसार कहानी से शब्द युग्मों को चुनकर लिखे. ഇതിൽ അഗെയിൻ വിത്ത് എക്സാമ്പിൾ സംഘ് സാത്ത്, അതായത് ഹൈഫൺ ഇട്ടിട്ട് കുറച്ച് വേർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഒരെണ്ണാണ് പീछे पीछे, साथ साथ, साथ साथ, दिन भर, खेलते टहलते, ഉച്ചക് ഉച്ചക്കർ. ഇനിയുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് എഴുതി ചെയ്യാം കേട്ടോ. അടുത്തത് രേഖാങ്കിത് ശബ്ദ കി വിശേഷത പഹചാനെ, അതായത് വിശേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബിങ് വേർഡ്. ഷാന്താർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നായ്ക്കുട്ടി, നല്ല എന്നുള്ള രീതിയിലാണ് വരിക കേട്ടോ. അപ്പോൾ निम्नलिखित प्रत्येक शब्द का प्रयोग किन किन शब्दों की विशेषता सूचित करने के लिए किया गया. അതായത് മജ്ബൂർ, ഇതൊക്കെ ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ്. ഇതിൻ്റെ റിലേറ്റഡ് എന്തിനെയാണ് ഇത് വിശേഷിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കണേ. അപ്പോൾ മജ്ബൂർ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഹെൽപ്ലെസ്നെസ് അല്ലെങ്കിൽ ദയനീയമായ, ഹാലത്ത് ഹെൽത്ത്, ബഹുത് സൗഭാഗ്യശാലി ഭയങ്കര ഭാഗ്യമുള്ള ആൾ അല്ലെങ്കിൽ ഭയങ്കര ഭാഗ്യമുള്ളത്, റോസ് സുബ എന്നും രാവിലെ, ഖുലി ആങ് തുറന്ന കണ്ണ്, ഗഹരി ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ദോസ്തി, ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ്. लास्ट मूक जानवर मिंडा प्राणी. ठीक है, अगला वाक्य पढ़े वाक्य के अन्य शब्दों के साथ रेखांकित शब्दों का संबंध पहचाने. അതായത് എങ്ങനെയാണ് എക്സാമ്പിൾസ് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മാലിക് മാന്നെ ലഗ, മാലിക് എന്നത് മെയിൽ ജെൻഡറാണ് അല്ലെങ്കിൽ മസ്കുലൈൻ ജെൻഡർ, അപ്പോൾ ലഗ. ആൻഡ് ബറഫ് ഗിർനെ ലഗി, ബറഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനൈൻ അല്ലെങ്കിൽ ഗേൾ ജെൻഡറാണ്, സ്ത്രീലിംഗാണ്, അതിപ്പോൾ ലഗി. അപ്പോൾ ലഗ് जोड़कर वाक्य लिखे. ओके, लड़का देखने, लड़का लड़का देखने लगा, देखने लगा. ठीक है, नेक्स्ट लड़की देखने लगी, लगी. अगला लड़के देखने लगे और लड़कियां देखने അഗെയിൻ അത് ലഗി തന്നെയാണ് വരിക. അപ്പോൾ ഇത്രയാണ് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസും ചാപ്റ്റർ എക്സ്പ്ലനേഷനും. ഇത് സ്റ്റാച്ചു ആണ്. ഇത് ആക്ച്വലി ഇവർ സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലെസൺ കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. ഹാച്ചി की स्मृति में സ്റ്റേഷൻ के बाहर उसकी प्रतिमा स्थापित है. അപ്പോൾ ജപ്പാനിൽ ആ സ്റ്റേഷൻ്റെ വെളിയിൽ നമ്മൾ ലാസ്റ്റ് പേജിൽ കാണുന്ന പോലെ ഈ ഒരു സ്റ്റാച്യു ഉണ്ട്. ഓക്കെ, സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.